ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. കാലപുരുഷന്റെ മൂന്നാമത്തെ രാശിയാണ് മിഥുനം രാശി. മിഥുനം രാശിയുടെ സൈൻ, ജെമിനി സൈൻ എന്താണ്? വീണ വായിക്കുന്ന ഒരു സ്ത്രീയുടെ രൂപവും ഗദയുമായി നിൽക്കുന്ന ഒരു പുരുഷന്റെ രൂപവുമാണ് ജെമിനിയുടെ സൈൻ, മിഥുനം രാശിയുടെ സൈൻ. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഡുവൽ പേഴ്സണാലിറ്റിയാണ്. സംഗീതവാസനയുള്ള, നല്ല രീതിയിലുള്ള വാസനാപരമായ, കലാപരമായ മികവുള്ള, മ്യൂസിക് എന്നിവയോട് താല്പര്യമുള്ള, ഒരു ആകസ്മികമായിട്ടുള്ള ശാന്തമായ പ്രകൃതവും അക്രമകാരിയായ ഗദയുമായി നിൽക്കുന്ന, ആക്രമണ സ്വഭാവം കാണിക്കുന്നതായ മറ്റൊരു പ്രകൃതവും കൂടിയാണ് നമ്മൾ കാണുന്നത്. സഡൻലി ചേഞ്ചായി, ഇപ്പം മ്യൂസിക് ആ ഒരു വാസനയിൽ നിൽക്കുന്ന ആൾ പെട്ടെന്ന് തന്നെ ശോഭിച്ച് സഡൻലി ഒരു ആക്രമണ രീതിയിലുള്ള സ്വഭാവത്തേക്ക്, ദേഷ്യത്തിലേക്ക് മാറും പെട്ടെന്ന് തന്നെ. അങ്ങനെയുള്ള ഡുവൽ പേഴ്സണാലിറ്റി കാണിക്കുന്ന ഒരു പ്രകൃതക്കാരാണ് ജെമിനി, മിഥുനൻ രാശിക്കാർ. ഓജരാശിയാണ്, ആൺരാശിയാണ്, ഉഭയരാശിയാണ്, രാത്രിയും പകലും ഒരു കണക്ക് ബലമുള്ളത്. വായുരാശിയാണ്, ശീർഷോദയ രാശിയാണ്. ഈ രാശിയുടെ 7ാം ഭാവം ബാധാരാശിയാണ്, വ്യാഴം. ഡുവൽ പേഴ്സണാലിറ്റി, ആക്രമവും സംഗീതപരമായിട്ടുള്ള, ധീരതാപരമായിട്ടുള്ള സ്വഭാവവും എല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു പ്രകൃതമാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ബുധനാണ് കാരകത്വം. അപ്പോൾ ബുധൻ വാക്കിൻ്റെയും സംഭാഷണ ചാതുര്യത്തിൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും, ഹൃദയം കൊണ്ട് സംസാരിക്കുക, ഏത് സാഹചര്യവും തരണം ചെയ്യാൻ പറ്റുന്ന കഴിവോടുകൂടിയ ആ ഒരു പേഴ്സണാലിറ്റി, ദേഷ്യവും അതുകൊണക്ക് ഹാർഡ് വർക്കും, സംഗീതവാസനയും, ഫ്ലെക്സിബിളും, ക്രിയേറ്റീവ്, ഇമാജിനേറ്റീവ്, ഇമ്പോസിബിൾ ടാസ്ക്, കൊമേഡിയൻസ്, ഇതെല്ലാം മിഥുനൻ രാശിക്കാരാണ്. മിഥുനം രാശിയിൽ ലഗ്നമായിട്ടുള്ളവരാണ്. നല്ല നല്ല കൊമേഡിയൻസ്, കലാകാരന്മാർ, വാസന സ്വഭാവമുള്ള, മ്യൂസിക്കിലും AR റഹ്മാൻ അങ്ങനെയൊക്കെ ഉള്ളവർ, ദക്ഷിണാമൂർത്തി സംഗീത സംവിധായകന്മാർ, ഇങ്ങനെയൊക്കെയുള്ള മികവ് പുലർത്തുന്നവരെല്ലാം ഈ ഒരു ലഗ്നമായിരിക്കും എടുത്തു വെച്ച് നോക്കിയാൽ. മകയിരം 3-4 പാദത്തിൻ്റെയും, തിരുവാതിര നക്ഷത്രത്തിൻ്റെയും, പുണർദം നക്ഷത്രത്തിൻ്റെയും ഈ 3 നാളുകളുടെ രാശിയാണ് മിഥുനൻ രാശി. അപ്പം മകയിരം 3-4, മൃഗശീർഷം, മകയിരം, അവിടെ ബുധൻ കുജൻ കോമ്പിനേഷനാണ് ഉണ്ടാകുന്നത്. മകയിരം കുജദശയിലാണ് തുടക്കം ജനിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ബുധൻ കുജൻ, മിഥുനൻ രാശിയുടെ അധിപൻ ബുധനും മകയിരം നക്ഷത്രത്തിൻ്റെ അധിപനായിട്ടുള്ള കുജനും തമ്മിലുള്ള കോമ്പിനേഷൻ, അവിടെ ബുധനും കുജനും. ഇപ്പോൾ ചൊവ്വായ്ക്ക് ബുധൻ ശത്രുവാണ്. അപ്പോൾ അവിടെ ഒരു ശത്രുതാ മനോഭാവവും വരും. തിരുവാതിര, ആർദ്ര, അവിടെ രാഹുവും, തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ രാഹുർ ദശയിലുള്ള ജനനമാണ്. അവിടെ അപ്പോൾ രാഹുവും ബുധനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ അവിടെ ഉണ്ടാവും. പുണർദം നക്ഷത്രക്കാർ വ്യാഴദശയിലുള്ള ജനനമാണ്.
അപ്പം വ്യാഴവും ഈ ബുധരാശിയുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ ഉണ്ടാകും. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് പരമായിട്ടുള്ള തന്ത്രപരമായ കൗശലകരമായ വിജയം ഉണ്ടാക്കുന്ന, ഒരിക്കലും മറക്കാത്ത പ്രകടനം കാഴ്ചവയ്ക്കുന്നവരാണ്. എന്നും ഓർമ്മിക്കുന്ന, ഒരിക്കലും ആരും പരിചയപ്പെട്ടാൽ മറക്കാത്ത നിരവധി വിഷയങ്ങളിൽ ഏർപ്പെട്ട് കൊണ്ടിരിക്കുന്ന, ഒരു സ്ഥായിയായ നിലനിൽപ്പില്ലാതെ മാറി മാറി ഓരോ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒന്നും സ്ഥായിയായി നിൽക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന, നിരവധി വിഷയങ്ങളിൽ ഏർപ്പെട്ട് വിവരദോഷം കാണിക്കുന്ന, അങ്ങനെ നമ്മുടെ ജീവിതമാകുന്ന സാഹചര്യം തകർക്കുന്ന ഒരു രാശിയും കൂടിയാണ്. ബുധൻ മെച്ചമല്ലെങ്കിൽ, ആ രാശി ബുധൻ നീചനാണെങ്കിലും ബുധന് ബലമില്ലെങ്കിലും ഉള്ള കാര്യമാണ് അങ്ങനെ തകരുന്നത്. അതാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നല്ല നയചാതുര്യവും സംഭാഷണ ചാതുര്യവും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും ഒക്കെ നല്ല പ്രാവീണ്യവും തലപ്പത്തെത്തുന്നതിനും കമ്മ്യൂണിക്കേഷൻ വഴി വിജയം വരിക്കാനും ഏത് തരത്തിലും മുന്നേറിപ്പോകാനും വിദ്യയിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ ഉള്ള സ്കില്ല് പുറത്തെടുക്കാനും സംഗീതപരമായിട്ടുള്ള കലാവാസനാപരമായിട്ടുള്ള ഹാർഡ് വർക്കുള്ള കാര്യങ്ങൾ ചെയ്ത് അത് സക്സസ്ഫുൾ ആകുന്നതിനുമൊക്കെ ബുധൻ നല്ല രാശിയിൽ നിൽക്കുന്നതും ബലമുള്ള രാശിയിൽ നിൽക്കുന്നതിനും കന്നിരാശി പോലുള്ള ബലരാശിയിൽ നിൽക്കുന്നതും ഒക്കെ ശുഭമാണ്. തീർത്ഥാടന യോഗം, ഇവരെ ബുദ്ധി കൊണ്ട് തോൽപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രകൃതക്കാരാണ്. ഒരേ സമയം പല വിഷയങ്ങളിൽ ബന്ധപ്പെടുന്നവരാണ്. ജിജ്ഞാസ, ക്യൂരിയോസിറ്റി ഉള്ളവരാണ്. തീർത്ഥാടന യോഗം ഉള്ളവരാണ്. ഇങ്ങനെയൊക്കെയുള്ള രാശിയാണ്. 7, 9 ഭാവം മാരക സ്ഥാനമാണ്. അത് വ്യാഴം, ചന്ദ്രൻ എന്നിവരാണ്. ഇതൊക്കെയാണ് ഈ രാശിപരമായിട്ടുള്ള കാര്യങ്ങൾ. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.